നമ്മളിപ്പോൾ ജോയിൻ ചെയ്യാൻ പോകുന്നത് വലിയൊരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിന്റെ കൂടെയാണ്. ഫിഡലിന് ഏറ്റവും പ്രിയപ്പെട്ട ഫിഡലിന്റെ അടുത്ത റിലേറ്റീവ്സും ഫ്രണ്ട്സാണ് ഇവരൊക്കെ. ഫിഡൽ നമുക്ക് അവരെ പരിചയപ്പെടുത്തി തരും. ഫിഡൽ, ആരൊക്കെയാണ് ഇവർ? ഇതെൻ്റെ കസിൻ രജേട്ടൻ, ഇതെൻ്റെ അങ്കിൾ ഡെനിലാൽ, ഇത് അങ്കിളുടെ വൈഫ് ലക്ഷ്മി ചേച്ചി, അത് അമ്മമ്മ, ഇത് രമേച്ചി, ഇത് അമ്മയുടെ മൂത്തമ്മയാണ്, ഇത് അമ്മയുടെ ഇളയമ്മ, ഇത് അച്ഛൻ്റെ അമ്മ, ഇത് സുഹാനി, ഇത് അശുതോഷ്, വിഷ്ണു ഭഗത്, സലിലേച്ചി, സിത്താരേച്ചി, ഇത് മാധുവാപ്പൻ അച്ഛൻ്റെ അനിയനാണ്, ഇത് മോഹനേട്ടൻ, പിന്നെ ഇതെൻ്റെ കസിൻ ശക്തിപ്രസാദ്. ഓക്കെ, അപ്പോൾ എല്ലാവരെയും പരിചയപ്പെട്ടു. ഫിഡലിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ. ഫിഡലിനെ കൂടുതൽ അടുത്തറിയാവുന്ന ആൾക്കാരാണ്. ഫിഡലിനെ ഒരുപാട് മോറൽ സപ്പോർട്ട് ചെയ്യുന്ന ഫിഡലിന്റെ അങ്കിളാണെന്ന് പറഞ്ഞു. അങ്കിളിന് എന്താണ് പറയാനുള്ളത് നോക്കാം. അങ്കിളുടെ പേര് ഡെനിലാൽ. ഓക്കെ. ഫിദലിൻ്റെ ആദ്യ റൗണ്ടിലെ പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോൾ ഒരു 2-3 റൗണ്ട് പാടി വരാം എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഫിദൽ ഫൈനൽ റൗണ്ടിലെത്തി. കൺസിസ്റ്റൻ്റായി പെർഫോം ചെയ്താൽ ഫിദലിന് വിനറാൻ പറ്റും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഫിഡലിനെ കൂടാതെ ഇവിടെ ഒരു പാട്ടുകാരൻ നിൽപ്പുണ്ടല്ലോ, അങ്ങനെ മനസ്സിലായി? ഞാനത് എൻ്റെ ഈ കോൾഡ് പിടിച്ച നോസ് വെച്ച് സ്മെല്ല് ചെയ്തറിഞ്ഞു. അത് ശരി. ആരാധല്ലേ? ശക്തിപ്രസാദ് അല്ലേ? അതെ, ശക്തിപ്രസാദ് എൻ്റെ ഫ്രണ്ട് കൂടെയാണ്, നല്ലൊരു പാട്ടുകാരനാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് ആവാം അല്ലേ? എന്ത് പറയുന്നു? ഓക്കെ. അനുരാഗിനി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ. അനുരാഗിനി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. അപ്പം ഇനി ഫിഡലിന് ഇങ്ങനെ ഒരു മ്യൂസിക്കിൽ ഒരു കഴിവ് കിട്ടിയത് എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ അമ്മയാണ്. അച്ഛൻ്റെ അമ്മയിൽ നിന്ന് അല്ലേ? ഓക്കെ. അമ്മമ്മ പാടും? അമ്മമ്മ പണ്ട് കാലത്ത് നാടക ഗാനങ്ങളൊക്കെ പാടി വന്ന ആളാണ്. അമ്മമ്മ പാടും അല്ലേ? ഓക്കെ. അപ്പം അത് തന്നെയാണ് ഫിഡലിന് ഇപ്പം ഇത്രയും നല്ല മനോഹരമായിട്ട് പാടാൻ പറ്റുന്നത് അല്ലേ? അതെ. ഓക്കെ. ഇപ്പൊ പാട്ട് പാടുമോ? ഇപ്പൊ പാടിത്തരാറില്ല? പാട്ട് കേൾക്കും? കേട്ടു. പിന്നെ ചില സമയത്ത് ഇങ്ങനെ വെറുതെ പാടി നോക്കും, കേട്ടിരിക്കും. അപ്പൊ എല്ലാവർക്കും അറിയാലോ, ഫിഡൽ ഫൈനലിസ്റ്റ് ആണ്. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടെ ഉള്ളൂ ഫൈനലിലേക്ക്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. അപ്പം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഫിഡൽ ഒന്ന് വിഷ് ചെയ്യാം അല്ലേ? ഓക്കെ. Here we go. 1, 2, 3. All the best. നേരത്തെ നമ്മൾ എൻ്റെ കുറേ റിലേറ്റീവ്സിനെ പരിചയപ്പെട്ടു. അപ്പം കുറച്ച് പേരൊന്നും അവിടെ ഇല്ലായിരുന്നു, അവർ ബിസി ആയിരുന്നു. ഇവരൊക്കെയാണ്. ഇത് സജിത്താപ്പൻ, ഇത് ദിനേശ് മാമൻ, ഇത് ദാസമുത്തപ്പൻ. ഇവരെൻ്റെ പാട്ടൊക്കെ കേട്ട് അഭിപ്രായം പറയാറും പിന്നെ എന്നെ പാട്ടിൽ സപ്പോർട്ട് ചെയ്യാറും ഉണ്ട്. ഫിഡൽ, അപ്പോൾ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. ഫിഡലിൻ്റെ നാടും വീടും എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അവരുടെ ആ ഒരു സന്തോഷം ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഇനി ഫൈനൽസ് ആണ്, കുറച്ച് ദിവസങ്ങൾ കൂടെ ഉള്ളൂ. ഫിഡലിന് ഞങ്ങളുടെ ഓഡിയൻസിൻ്റെ അടുത്ത് എന്താ പറയാനുള്ളത്? ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2ൻ്റെ ഗ്രാൻഡ് ഫിനാലയിൽ ഞാൻ പാടാൻ പോവാണ്. അപ്പോൾ എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ ഫിഡൽ, അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നായി ഫിഡലിൻ്റെ ഒരു പാട്ടാവാം അല്ലേ? ഓക്കെ. മിഴികളിൽ നിറകതിരായി സ്നേഹം, മൊഴികളിൽ സംഗീതമായി, മൃദുകര സ്പർശനം പോലും മധുരമൊരനുഭൂതിയായി
ആ മധുരമൊരനുഭൂതിയായി മിഴികളിൽ നിറകതിരായി സ്നേഹം മൊഴികളിൽ സംഗീതമായി മൃദുകര സ്പർശനം പോലും മധുരമൊരനുഭൂതിയായി ആ മധുരമൊരനുഭൂതിയായി. താങ്ക് യു ഫിഡൽ. ഫിഡൽ, ഇനി നമുക്ക് ഫൈനൽസിൽ കാണാം. ഓൾ ദ ബെസ്റ്റ് ഫോർ യു. താങ്ക് യു. ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 ഫൈനലിസ്റ്റുകളിൽ ഒരാളായ അജലിന്റെ നാടാണിത്. അജലിന് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങൾ പാട്ട് പഠിക്കാനായിട്ട് കൊണ്ടാക്കിയത്. പാടാൻ ഭയങ്കര താല്പര്യമായിരുന്നു. ഞാൻ പറഞ്ഞു കൊടുക്കുന്നതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ആ റിയാലിറ്റി ഷോയിലൂടെ വന്നിട്ടുണ്ട്. ഈശ്വര കൈകോപ്പി നിൽപ്പോ ഞാൻ നിൻ മുന്നിൽ ഏറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ. നമ്മുടെ സ്കൂളില് ഏറ്റവും വിശേഷമുള്ള ഒരു ദിവസമാണ്. അജല ഞങ്ങളുടെ സ്കൂളിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥിയാണ്.